സസ്പെൻഷനിലായ മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ബി അശോക് ഇപ്പോൾ 24-നോട് പ്രതികരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രേക്ഷകർക്കും അറിയാം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? ഇല്ല, കെ എബ്രഹാം എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണമെന്നാണ് പ്രധാനമായിട്ടും എൻ്റെ ഒരു ഫീലിംഗ്. അല്ലാതെ ഒരാളിനെ പരിശോധിക്കുന്നതിന് മുമ്പേ വിധിക്കുന്നതിൽ താല്പര്യമില്ല. പക്ഷേ 2-3 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്, ശ്രീ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പിലെ തിരസ്കാരത്തിൻ്റെ ഒരു 50% ഉത്തരവാദിത്വം ശ്രീ എബ്രഹാം സ്വീകരിച്ച നയങ്ങളും നടപടികളും ജനങ്ങൾ റിജക്റ്റ് ചെയ്തതുകൊണ്ടാണ്. എബ്രഹാം ഇപ്പോൾ നമ്മളൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള, ഞാൻ പേഴ്സണലി വിചാരിക്കുന്നു, ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ മാർച്ച് 2-ാം വാരത്തിലെ കേരള ശബ്ദത്തിൽ തുടർച്ചയായിട്ട് ഒരേ വ്യക്തികൾ അധികാരത്തിലിരുന്നാൽ ഫാസിസ്റ്റ് മനോഭാവങ്ങൾ വരുമെന്ന് എഴുതി. അത് സർക്കാരിനെതിരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ സസ്പെൻഷൻ ഓർഡർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഫാസിസ്റ്റ് മനോഭാവം വരുന്നത് സർക്കാരിൻ്റെ താല്പര്യമാകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കുന്ന ചരിത്രത്തിലെ വലിയ ഫാഷിസ്റ്റ് ഗവൺമെൻറ്റുകളുണ്ടല്ലോ, ഇപ്പം ഹിറ്റ്ലർ 2-ാം ലോക മഹായുദ്ധ കാലത്തിന് തൊട്ട് മുമ്പ് 6 ലക്ഷം ജൂതന്മാരെ ഗ്യാസ് ചേമ്പറിലിട്ട് ചുട്ടുകരിച്ചു എന്നാണ് പറയുന്നത്. ആ ചുട്ടുകരിക്കലിന് നേതൃത്വം കൊടുത്ത ഹിംലർ എന്ന് പറഞ്ഞുള്ള ജനറലാണ്, ഹിംലർ ഐക്മാൻ. അപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ എക്സാമ്പിൾ എടുത്തു പറഞ്ഞാൽ കേരളത്തിലെ ഫാഷിസ്റ്റ് ഗവൺമെൻറ് ആയിരുന്നു. ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു, കഴിഞ്ഞ 3 വർഷമായിട്ട് കേരളത്തിൽ നടന്നു പോന്നിരുന്നത് ക്ലാസിക്കൽ ഫാഷിസമാണ്, യാതൊരു സംശയവുമില്ല. അത് ഭരിച്ചിരുന്ന പാർട്ടിയും കക്ഷിയും പോലും റിജക്റ്റ് ചെയ്തതുകൊണ്ടാണ് ഭരിച്ചിരുന്ന ആളിൻ്റെ വോട്ട് 30,000-40,000 താഴ്ന്നത്. കഴിഞ്ഞ ഗവൺമെൻറ്റിനെ വോട്ട് ചെയ്ത 40,000 ഏറിയ കൂറും പാർട്ടി അംഗങ്ങളായിട്ടുള്ള ആളുകൾ പോലും അദ്ദേഹത്തിന് സ്വന്തം മണ്ഡലത്തിൽ വോട്ട് ചെയ്യാതാക്കിയതിൽ ഈ ഹിംലറിൻ്റെ നടപടിക്രമങ്ങളും നയങ്ങൾക്കും വലിയൊരു പങ്ക് ഉണ്ട്. അപ്പോൾ അദ്ദേഹം പോവുക എന്നുള്ളത് ആസ് ദ ഫസ്റ്റ് പൊളിറ്റിക്കൽ അസിസ്റ്റൻറ്റ്, മന്ത്രിയുടെ റാങ്കോട് കൂടി ബാക്കി എല്ലാ മന്ത്രിമാരെയും ഓവർഷൂട്ട് ചെയ്ത് ഔട്ട് റാങ്ക് ചെയ്ത് ശ്രീ പിണറായി വിജയന് നേരിട്ട് ഫയൽ കൊടുക്കുകയും ക്യാബിനറ്റ് തീരുമാനങ്ങൾ എടുപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ശ്രീ എബ്രഹാം റിസൾട്ട് വന്ന നിമിഷം തന്നെ രാജിവെക്കേണ്ടതായിരുന്നു. മാത്രമല്ല, അദ്ദേഹമാണ് 200 കോടിയിൽ പരം രൂപ പൊതു ഖജനാവിൽ നിന്നും, ഞാൻ പറയും, അനധികൃതമായിട്ട് എടുത്തുകൊണ്ടുപോയി ശ്രീ പിണറായി വിജയനെ 3ാമത് അധികാരത്തിലേറ്റാനുള്ള വൻകിട ക്യാമ്പയിൻ ഇവിടെ അഴിച്ചുവിട്ടത്. ആ ക്യാമ്പയിൻ 100% പരാജയപ്പെട്ടു, ജനങ്ങൾ റിജക്റ്റ് ചെയ്തു. അപ്പോൾ പൊതുപ്പണം വേസ്റ്റ് ചെയ്തുകൊണ്ട്, പൊതുപ്പണം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ശ്രീ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനെ വീണ്ടും, ഞാൻ പറയുന്നു ഇടതുമുന്നണി ഗവൺമെൻറ് അല്ല, ശ്രീ പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ വീണ്ടും കൊണ്ടുവരാൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ ആ നിമിഷം തന്നെ രാജിവെക്കേണ്ടതായിരുന്നു. ഏതായാലും രാജിവെച്ചത് നന്നായി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തിയിട്ട് ഞാൻ എൻ്റെ ഈ അറിവുകൾ അടക്കമുള്ളത് പരിശോധിക്കണമെന്നാണ് വരുന്ന ഗവൺമെൻറ്റിനോടുള്ള നമ്മുടെ അഭ്യർത്ഥന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.